എന്താണ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്? ഒരു ട്രേഡിങ്ങിൽ റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളെല്ലാവരും സീക്രട്ട് സ്ട്രാറ്റജിയുടെ പിന്നാലെ പോവാണ്. 90%, 85% ഒക്കെ അക്യുറസി ഉള്ള സ്ട്രാറ്റജീസ് ശരിക്കുമുണ്ടോ? അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുമോ? എന്നാൽ എപ്പോഴും എവർഗ്രീൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ചാർട്ടിൽ നിന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപയോഗിച്ച് എങ്ങനെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം, ഒരു മികച്ച ട്രേഡർക്ക് നമ്മുടെ ട്രേഡിംഗ് അക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസിനെയും സപ്പോർട്ടിനെയും എങ്ങനെ യൂസ് ചെയ്യാം? സോ നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് വീഡിയോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കൂടി ഒന്ന് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാവരും തന്നെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ അനാലിസിസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കൽ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവർഗ്രീൻ ആയിട്ട് വർഷങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ ഏതൊരു മാർക്കറ്റിലും, ട്രേഡിങ്ങിലും മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് ഡിമാൻഡ് സോണും സപ്ലൈ സോണും വെച്ചിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു 90% അക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ബേസിക്സിൽ നിന്ന് മാറിയാണ് പോകുന്നത്. ആക്ച്വലി ഈ 90%, 80% ഉള്ള അക്യുറസി ഉള്ള സ്ട്രാറ്റജീസ് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചാൽ പോലും വർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള സൈക്കോളജി ഉണ്ടാകണം. അതിന് നമ്മുടെ സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്റ്റേജുകൾ എന്താണ്? അക്യുമുലേഷൻ, അപ് ട്രെൻഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഡൗൺ ട്രെൻഡ്. ഇതിൻ്റെ അകത്ത് രണ്ട് സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സൈഡ് വൈസ് മാർക്കറ്റാണ്. സോ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒരു ചാർട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കുറേ നാളുകളായിട്ട് സൈഡ് വൈസ് മാർക്കറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പല ചാർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ സപ്ലൈ അധികം, അല്ലെങ്കിൽ അവിടെ സെല്ല് ചെയ്യാൻ ആൾക്കാർ അധികം വന്നിട്ട് വില പ്രൈസ് താഴ്ത്തോട്ട് പോകും. ദെൻ അഗെയിൻ താഴ്ത്തെത്തുമ്പോൾ അവിടെ വീണ്ടും ബൈ ചെയ്യാൻ കുറേ ആളുകൾ വരുന്നു, വീണ്ടും പ്രൈസ് മുകളിൽ പോകും. അങ്ങനെ വർഷങ്ങളോളം അക്യുമുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത പല സ്റ്റോക്കുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ITC അതിന് വളരെ മികച്ച ഒരു ഉദാഹരണമാണ്. ITCയുടെ ചാർട്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതുപോലുള്ള സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഏരിയ നോക്കൂ, ഇത് എല്ലാ പ്രാവശ്യവും ഈ ഒരു ഡൗൺ സൈഡിൽ വരുമ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് നോക്കൂ, ഈ ഒരു ഏരിയ അതുപോലെ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ ടൈം അവിടെ എത്തുന്നു, സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നു, മാർക്കറ്റ് തിരിച്ച് താഴത്തെ ലെവലിലോട്ട് വരുന്നു. എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു അപ്പർ സൈഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്, ഇപ്പോൾ എല്ലാ തവണ നമുക്ക് കാണാം താഴെ എത്തുമ്പോൾ തന്നെ ഒരു ബൈയിങ് പ്രഷർ വരികയും, ഇപ്പോൾ വോളിയത്തിലാണെങ്കിൽ ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഒരു ബൈയിങ് പ്രഷർ വരുന്നു, മുകളിലോട്ട് പോകുന്നു, ബൈയിങ് പ്രഷർ വരുന്നു, മുകളിലോട്ട് പോകുന്നു. എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് കടന്നത്, ആ ഒരു സമയത്ത് അടുത്ത സപ്പോർട്ടായിട്ട് നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ എഗെയിൻ താഴെ വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ തൊട്ട് മുമ്പ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ വരുന്ന സമയത്ത് സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, റെസിസ്റ്റൻസ് വരുമ്പോൾ തിരിച്ച് താഴത്തോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കൃത്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രേഡുകൾ ചെയ്തുകൊണ്ട് മികച്ച പ്രോഫിറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു വലിയ ലോങ് ടൈം സൈഡ് വൈസ് മാർക്കറ്റിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ITCയിലെ ചാർട്ടിൽ നമ്മൾ കണ്ട ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് പോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? അപ് ട്രെൻഡും അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും. ഈ അപ് ട്രെൻഡ് കണ്ടുപിടിക്കാൻ നമുക്ക് കൃത്യമായിട്ട് എന്താണ്, ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റിന് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലിലെ ഈ റെസിസ്റ്റൻസ് എപ്പോഴെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പുതിയ അപ്സൈഡിലോട്ട് പോവുകയും അവിടെ നിന്ന് ഒരു ചെറിയ കറക്ഷൻ വന്ന് അവിടെ നിന്ന് താഴ്ത്തോട്ട് വരികയും എഗെയിൻ തൊട്ട് മുമ്പുണ്ടാക്കിയ റെസിസ്റ്റൻസ് കടന്ന് പുതിയ ഹൈ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോപ്പർ അപ്
ട്രെൻഡ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസിനെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഒരു പുതിയ ഹൈ ഉണ്ടാക്കുന്നു. നമ്മൾ അതിനെ ഹയർ ഹൈ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഒരു ഹൈ ഉണ്ടാക്കുന്നു, എഗെയിൻ ലോ ഉണ്ടാക്കുന്നു, തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ഹൈനെ എഗെയിൻ ബ്രേക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു സ്റ്റെയർ കേസ് പോലെ, ഒരു സ്റ്റെപ്പ് പോലെ 1 by 1 ആയിട്ടാണ് എപ്പോഴും ഒരു റാലി ഉണ്ടാകുക. ഇതാണ് ഒരു പ്രോപ്പർ ലോങ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരൊറ്റ നിമിഷം തന്നെ അബ്നോർമലായിട്ട് പാരബോളിക് ആയിട്ട് അപ്സൈഡിലോട്ട് സ്റ്റോക്കുകൾ പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു പ്രൈസിൽ നമുക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ കറക്ഷനും അത്രയ്ക്ക് വലുതായിരിക്കും. കാരണം എവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്യും? എന്നാൽ ഒരു സ്റ്റെയർ കേസ് മോഡലിൽ അപ്സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് സിംഗ് ലോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ നമുക്ക് മികച്ച എൻട്രി ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് മൊത്തം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള സിംഗ് ലോയിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എൻട്രി എടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റെയർ കേസ് മോഡലിൽ മുകളിലോട്ട് പോകും തോറും ഓരോ സ്റ്റെയർ കേസിൻ്റെ ഡൗൺ സൈഡ്, അതായത് സിംഗ് ലോ, നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ആ ഒരു ട്രെൻഡിലെ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്തുകൊണ്ട് ആ ഒരു ട്രെൻഡിനെ മുഴുവൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും സാധിക്കും. സോ ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ട്രെൻഡ് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ലോങ് ടൈം ട്രേഡ് ചെയ്യുമ്പോൾ വീക്ക്ലി ചാർട്ടും ഡെയിലി ചാർട്ടും ആണ് ഇങ്ങനെ സ്റ്റെയർ കേസിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റും 5 മിനിറ്റും 3 മിനിറ്റും ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സപ്പോർട്ടിനെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് വരെയും ചെയ്യാൻ പറ്റും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഇത്തരത്തിലൊരു സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്വിംഗ് ലോ വരെയും നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ടൈം ട്രേഡ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു റാലി മൊത്തം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ റെസിസ്റ്റൻസ് ആ ഒരു മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ എഗെയിൻ താഴ്ത്തോട്ട് വരുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റിൽ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു അപ് ട്രെൻഡ് കൃത്യമായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു ട്രെൻഡിനെ മൊത്തമായിട്ട് നമുക്ക് ഈ രീതിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു അപ് ട്രെൻഡ് നമ്മൾ സ്റ്റെയർ കേസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ഈ പാത്ത് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ് ട്രെൻഡ് മാർക്ക് ചെയ്യാം. ഹൈ ലോ കൃത്യമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റെയർ കേസ് മാർക്കറ്റിൽ എവിടെയാണ് സപ്പോർട്ട്, എവിടെയാണ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. അടുത്ത മൂവ്മെൻറ്റിന് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ഈ ഒരു ലോ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ എവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഈ സിംഗ് ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു സിംഗ് ലോസ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെൻഡിനെ മൊത്തം ക്യാപ്ചർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഓരോ തവണ പുതിയ ഡൗൺ സൈഡ് ക്രിയേറ്റ് ചെയ്ത് പുതിയ ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് SL ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഈ രീതിയിൽ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഡെയിലി ചാർട്ടിൽ മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇൻട്രാഡേ ചാർട്ടിൽ നോക്കാൻ പറ്റും. ഇൻട്രാഡേ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്കിത് എവിടെ കണ്ടുപിടിക്കണം? നമുക്ക് ഈ പറയുന്ന 5 മിനിറ്റ്സിലോ അല്ലെങ്കിൽ 3 മിനിറ്റ്സിലോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചാർട്ടുകൾ കണ്ടുപിടിച്ച് റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ഇൻട്രാഡേ ചാർട്ടിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കൂ. ഇവിടെ നമുക്ക് 5 മിനിറ്റ്സിലാണ് ഞാൻ ചാർട്ട് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു പാത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ളൊരു പാത്ത് നിങ്ങൾക്ക് കാണാൻ എന്താണ്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മുകളിൽ പോകുന്നു, ദെൻ താഴെ വരുന്നു, മുകളിൽ പോകുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു ട്രെൻഡ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അല്ലേ. ഈ ഒരു ലെവലിൽ നമുക്ക് എവിടെ ചെയ്യാൻ സാധിക്കും? എപ്പോഴാണോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ഇത്തരത്തിലുള്ള 5 മിനിറ്റ്സ് ചാർട്ടിൽ കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളിലും ഇത്തരത്തിലുള്ള ഫുൾ അപ്പ് ട്രെൻഡുകൾ അല്ലെങ്കിൽ സ്റ്റെയർ കേസുകൾ കൃത്യമായിട്ട് കയറി മാർക്കറ്റിൻ്റെ വലിയ പ്രോഫിറ്റ്സ് തന്നെ നമുക്ക്
ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു അപ് ട്രെൻഡ് കണ്ടതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഒരു ഡൗൺ ട്രെൻഡ്, ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഡൗൺ സൈഡ് ട്രേഡും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട്സിൽ ഫ്യൂച്ചറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ ഷോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ടൈം ഫ്രെയിം 15 മിനിറ്റ്, 5 മിനിറ്റ്സ്, 3 മിനിറ്റ് എന്നുള്ള ടൈം ഫ്രെയിമുകളിലൊക്കെ ഈ രീതിയിൽ നിങ്ങൾ എൻട്രി ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒരു ചാർട്ട് കൂടി ഷെയർ ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതുപോലെ തന്നെ ഡൗൺ ട്രെൻഡും നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെ? ഒരു കൃത്യമായിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് ഒരു ലോ ദെൻ എഗെയിൻ ഹൈ, ഒരു സ്റ്റെയർ കേസ് ഇറങ്ങുന്നത് പോലെ തന്നെയാണ് മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സ് ഇട്ടാലും അല്ലെങ്കിൽ 30 മിനിറ്റ് ഇട്ടാലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡൗൺ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വലിയ ടൈം ഫ്രെയിമുകളിൽ ഡെയിലി ടൈം ഫ്രെയിം ഇട്ട് അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡ്, അപ്പ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് 5 മിനിറ്റ്സ് അതുപോലെ തന്നെ 3 മിനിറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഈ ഒരു ടൈം ഫ്രെയിം കൃത്യമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ചാർട്ടുകളിൽ മാക്സിമം അപ്പ് ട്രെൻഡുകളും ഡൗൺ ട്രെൻഡുകളും സ്റ്റെയർ കേസുകളും അതുപോലെ തന്നെ റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ ക്ലിയർ ആക്കുക. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ്സ് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വൻ സക്സസ് ആയിരിക്കും നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഈ ഒരു 3 മെത്തേഡും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ തന്നെ ഒരു മികച്ച റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് വരുന്നത്. ഒരു സൈഡ് വൈസ് മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു അപ്പ് സൈഡ് മാർക്കറ്റ്, അതുപോലെ തന്നെ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ്, ഈ ഒരു 3 മാർക്കറ്റിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡുകളെ ഇനീഷ്യേറ്റ് ചെയ്യാനും ആ ട്രേഡുകളെ ഹോൾഡ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മികച്ച ട്രേഡർ ആകാനായിട്ട് സാധിക്കും. ഒരിക്കലും നിങ്ങൾക്കൊരു 90% ഒരു സ്ട്രാറ്റജി എവിടെയാണെന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള മെത്തേഡ്. റെസിസ്റ്റൻസുകളും അതുപോലെ തന്നെ സപ്പോർട്ടുകളും കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.